ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് കേട്ടോ. എന്താണ് ഈ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറയുന്ന മീനിങ്? ആര്യ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ പേര് അല്ലേ. ആര്യയുടെ ഒരു സ്റ്റോറിയാണ്. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൈലറ്റുമാരൊക്കെ ഇരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് പ്ലെയിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ അറിയാൻ പറ്റുന്ന പൈലറ്റുമാരൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹൂ ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. എന്താണ്? പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ, ഡ്രീംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രീംഡ് എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആര്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇനി നമുക്ക് നേരെ സ്റ്റോറി വായിക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും പറക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. വെൻ ഷി വാസ് 4 years old ഷി വാണ്ടഡ് ടു ബി റോസമ്മ. ഇങ്ങനെ അവൾ 4 വയസ്സായപ്പോൾ അവൾക്ക് ആരാവണമെന്ന് തോന്നി? റോസമ്മയാവണമെന്ന് തോന്നി. ആരാണ് റോസമ്മ? നമുക്ക് അടുത്ത ഭാഗത്ത് നിന്ന് മനസ്സിലാവും കേട്ടോ. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. എന്താണ്? ആര്യ റോസമ്മയെ കണ്ടത് എവിടുന്നാണ്? സർക്കസിൽ നിന്നാണ്. റോസമ്മ വാസ് എ ട്രൈബ്സ് ആർട്ടിസ്റ്റ്. എന്താണ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ? ഉയരത്തിൽ നിന്ന് നടത്തുന്ന പ്രകടനത്തിനാണ്. നമ്മൾ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, മുകളിൽ ഊഞ്ഞാലയിൽ നിന്നും മറ്റു ഊഞ്ഞാലിലേക്ക് ചാടുന്ന ആളുകൾ, അവരെയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ റോസമ്മ. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സിങ്. അപ്പോൾ അവൾക്ക് എന്താണ്? അവളെ പോലെ എയറിൽ ഒരു ഊഞ്ഞാലിൽ നിന്നും മറ്റൊരു ഊഞ്ഞാലിലേക്ക് പറക്കണം എന്ന് അവൾ ആഗ്രഹിച്ചു. Her clothes would glitter like Rosamma's hundreds of pupils. എന്താണ് പറയുന്നത്? ഹെർ ക്ലോത്ത്സ്, അവളെ ക്ലോത്ത്സ്, സർക്കസിലുള്ള ആളുകളുടെ ക്ലോത്ത്സ് നമുക്കറിയാം. ഗ്ലിറ്റർ എന്ന് പറഞ്ഞാൽ തിളക്കുള്ള ഡ്രസ്സാവും. അതുപോലുള്ള ഡ്രസ്സ് വേണം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾസ് ഹൂ ക്ലാപ്പ് ഫോർ ഹെർ. അവൾക്ക് 100ൽ പരം ആളുകളുടെ ക്ലാപ്പ് കിട്ടണം, കയ്യടി കിട്ടണം എന്നൊക്കെ ആര്യ ആഗ്രഹിച്ചു. ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവ്രി ഡേ അല്ലേ. അപ്പോൾ അവൾ പറയാം, എന്നും എനിക്ക് കോട്ടൺ ക്യാൻഡി കഴിക്കാമല്ലോ. സർക്കസിൽ അവൾ കോട്ടൺ ക്യാൻഡി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടിയല്ല, അപ്പോൾ എനിക്ക് എന്നും കോട്ടൺ ക്യാൻഡി കഴിക്കാമല്ലോ എന്ന് അവൾ ചിന്തിച്ചു. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാവണം? ആരാണ്? ക്ലൗൺ. ക്ലൗൺ എന്ന് പറഞ്ഞാൽ ആരാ? കോമാളി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ അവൾ 4ാം വയസ്സിൽ ആലോചിച്ചു. ഹൂ ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷി വാസ് 4 years old ആൻഡ് വേ. എന്താണ്? ആര്യയ്ക്ക് 4ാം വയസ്സായപ്പോൾ ആരാഗ്രഹം എന്നാണ് ആഗ്രഹിച്ചത്? അവൾ ആഗ്രഹിച്ചത് എന്താണ്? ആര്യ വാണ്ടഡ് ടു ഫ്ലൈ സ്വിങ് ടു സ്വിങ് ലൈക്ക് റോസമ്മ. ആര്യ വാണ്ട് ടു ബി റോസമ്മ. കാരണം എന്താണ്? ആര്യ വാണ്ട് ടു ഫ്ലൈ സ്വിങ് ടു സ്വിങ് ലൈക്ക് റോസമ്മ. വെൻ ആര്യ വാസ് 8 years old ഷീ വാണ്ടഡ് ടു കൽപ്പന ചൗള. അങ്ങനെ ആര്യയ്ക്ക് 8 വയസ്സായി. 8 വയസ്സായപ്പോൾ അവൾക്ക് ആരാവണമെന്ന് ആഗ്രഹം? കൽപ്പന ചൗള. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട് അല്ലേ. നമ്മൾ കൽപ്പന ചൗളയെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ എന്താണ് ഒരു പെൺകുട്ടിയാണ് അല്ലേ. അവർ എന്ത് ചെയ്തു? ബഹിരാകാശ യാത്രികയായിരുന്നു അല്ലേ. ബഹിരാകാശത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. അതൊന്നും ആര്യക്ക് അറിയില്ല. അപ്പോൾ അവർ ഇട്ടിരുന്ന സ്പേസ് സ്യൂട്ട് ഓറഞ്ച് കളറായിരുന്നു അല്ലേ. ഷീ വോർ ഇറ്റ് ഡേ അറ്റ് നൈറ്റ്. അതുപോലുള്ള ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട് അവൾ ഉണ്ടാക്കി. ഷീ റോഡ്. അവൾ ഡേയും ദിവസവും രാത്രിയൊക്കെ അത് ഇട്ടുകൊണ്ടേയിരുന്നു. ആര്യ ആറൻറ്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്. അപ്പോൾ ആര്യയുടെ അമ്മ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചാൽ? നിനക്കിത് രാത്രിയും പകലും ഇങ്ങനെ ഇട്ടിട്ട് ചൂടെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ആര്യ പറഞ്ഞത്? ആസ്ട്രോണറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആളുകളെ. ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട് അമ്മ. യാത്രികരെ ഈ സ്യൂട്ടാണ് ഉപയോഗിക്കുന്നത് അമ്മ. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് ദ എർത്ത് ഈസ്. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്റ്റ് മീ. എന്താണ്? ഭൂമിയെ പോലെ അത്ര സേഫ് അല്ല അവിടെ സ്പേസിൽ. അപ്പോൾ ഈ ഡ്രസ്സ് എന്നെ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. വെൻ ആര്യ വാസ് 12 years old. അങ്ങനെ ആര്യയ്ക്ക് എത്ര വയസ്സായി? 12 years ആയി. ഷീ വാണ്ടഡ് ടു ബി അമേലിയ എർഹാർട്ട് അല്ലേ. ഷീ ബിൽഡ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രൊജക്റ്റ്. ഇറ്റ് കുഡ് നോട്ട് ഫ്ലൈ but she still got the second prize.
ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അപ്പോൾ അവൾക്ക് 11 വയസ്സായപ്പോൾ ആരാവണം എന്നാണ് ആഗ്രഹിച്ചത്? അമേലിയയെ പോലെ. കണ്ടോ, ഇവിടെ കൽപ്പന ചൗളയുടെ പിക്ചറും ആര്യയുടെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു അവൾ ഡ്രസ്സ് ധരിച്ചിരുന്നത്. അങ്ങനെ 11ാമത്തെ വയസ്സായപ്പോൾ അവൾക്ക് അമേലിയ ആവണം എന്ന് ആഗ്രഹിച്ചു. അമേലിയ ആരാണ്? അവർ സ്കൂളിൽ ഒരു മോഡൽ, പ്ലെയിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളാണ്. വൈ ഡിഡ് ദ 8 years old ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള? എന്തുകൊണ്ടാണ് കൽപ്പന ചൗള ആവണമെന്ന് ആഗ്രഹിച്ചത്? എന്താണ്? ബിക്കോസ് ആര്യ വാണ്ടഡ് ടു ഫ്ലൈ സ്പേസ്. അവൾക്ക് കൽപ്പന ചൗളയെ പോലെ എന്ത് ചെയ്യണം? സ്പേസിലേക്ക് ഫ്ലൈ ചെയ്യണം എന്ന് അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള. എത്രാം വയസ്സിലേത്? 8 years old. അപ്പോൾ നെക്സ്റ്റ് ഭാഗം നോക്കാം. സോൺ ആര്യ ഹിയർ ടു അഗുലിയ ബൈ കമുദാമൽ ആൻഡ് സരള തക്രൽ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷനൊന്നും ശരിക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പേരെ കുറിച്ചിട്ട് അവൾ കേട്ടു. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഫ്ലൈ എ പ്ലെയിൻ. ആദ്യമായിട്ട് പ്ലെയിൻ ഓടിച്ച 3 സ്ത്രീകളെ കുറിച്ച് അവൾ കേട്ടു. അങ്കുലിയ ബായ് വാസ് ജസ്റ്റ് 16 years old. ഐ കാൺ വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡായി. എന്നിട്ട് അവൾ എന്താ പറയുന്നത്? ഐ കാൺ വെയിറ്റ് ടിൽ ഐ ആം ടീനേജർ. എനിക്ക് ടീനേജർ ആവാൻ, എനിക്ക് കൗമാരപ്രായം ആവാൻ എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ. സോ യു ക്യാൻ ഡ്രൈവ്. എന്താണ് നീ? സോ യു ക്യാൻ ഡ്രൈവ്. നീ ഡ്രൈവ് ചെയ്യാൻ പോവാണോ? നോ. സോ യു ക്യാൻ വോട്ട്. നിനക്ക് വോട്ട് ചെയ്യാനാണോ? നോ. ദെൻ വാട്ട്? അമ്മ ചോദിക്കാൻ, എന്തിനാണ് നിനക്ക് ടീനേജർ ആവേണ്ടത്? ദെൻ വാട്ട്? സോ ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കണം. വെൻ ആര്യ വാസ് 18 years old ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അങ്ങനെ അവൾ 18 വയസ്സായപ്പോൾ അവൾക്ക് എന്താവണമെന്ന് ആഗ്രഹം വന്നത്? ഫൈറ്റർ പൈലറ്റാണ്. ഫൈറ്റർ പൈലറ്റ് ആരാ? ശത്രു വിമാനങ്ങളെല്ലാം അറ്റാക്ക് ചെയ്ത് ഓടിച്ചു വിടാനുള്ള സംവിധാനമാണ്. അപ്പം അങ്ങനെയുള്ള ആളാവണമെന്ന് അവൾ 18 വയസ്സിൽ ആഗ്രഹിച്ചു. ഹു ആർ ദേ ചേച്ചി? അപ്പോൾ ഒരു ദിവസം അവൾ അനിയൻ ചോദിക്കുക, ഹു ആർ ദേ ചേച്ചി? ആസ്ക് ഹെർ ലിറ്റിൽ ബ്രദർ രാജു സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വാൾ. അല്ല, അവളെ റൂമിലെ ചുമരിലെ കുറച്ച് ചിത്രങ്ങൾ കണ്ട് ചോദിച്ചു, ആരാണ് ചേച്ചി ഇത്? ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹനൻ. അപ്പോൾ അവൾ പറഞ്ഞു, ഇവരൊക്കെയാണത്. ദ ഫസ്റ്റ് വുമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻ ഓടിച്ച പൈലറ്റുമാരാണ് അവർ. അത് കേട്ടപ്പോൾ ആർ ദേ യുവർ ഫ്രണ്ട്സ്? അപ്പോൾ രാജു ചോദിച്ചു, നിൻ്റെ സുഹൃത്തുക്കളാണോ, ചേച്ചിയുടെ സുഹൃത്തുക്കളാണോ ചോദിച്ചപ്പോൾ ആര്യ ലോഫ്ഡ്. ആര്യ ഉറക്കെ ചിരിച്ചു. മേ ബി സം ഡേ. രാജു എന്താ പറഞ്ഞാൽ, ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് അവൾ ചിന്തിക്കേണ്ടത് ഞാനും ഒരു ദിവസം പറത്തും എന്നുള്ള രീതിയിലാണ് അവൾ ആൻസർ പറഞ്ഞത്. വാട്ട് ഡിഡ് രാജു ആസ്ക്ഡ് അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? എന്തുകൊണ്ടാണ് രാജു ചോദിച്ചത്? ചിത്രം കണ്ടിട്ട് രാജു വാണ്ടഡ് ടു നോ ഹൂ ദ വുമൺ ഇൻ ദ പോസ്റ്റർ വാൾ അല്ലേ. ആൾസോ ഹി വാണ്ടഡ് ടു നോ ഹെർ ഫ്രണ്ട്സ്, ദിസ് പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ് ഭാഗം നോക്കാം. എന്താണ് രാജുവിനെ അറിയണമായിരുന്നു അത് ചേച്ചിയുടെ ഫ്രണ്ട്സാണോ ആരാണെന്നുള്ളത് രാജുവിനെ അറിയണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനി അടുത്ത ഭാഗം നോക്കാം. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അങ്ങനെ അവൾ പൈസ എല്ലാം സേവ് ചെയ്തു. എന്തിന്? അവൾക്ക് പറക്കണം അല്ലേ. അപ്പോൾ ഫ്ലൈയിങ് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ക്യാഷ് ആവും അതിനെല്ലാം വേണ്ടി അവൾ മണി സേവ് ചെയ്യാൻ തുടങ്ങി. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിങ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അവൾ പഠിച്ചെടുത്തു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൾ എന്ത് ചെയ്തു? ഫ്ലൈ സ്കൂളിൽ പോയി എടുത്തു. ഷീ സാറ്റ് എലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. ഒരുപാട് പൈലറ്റ്സിൻ്റെ കൂടെ അവൾ ഇരുന്ന് പഠിച്ചു. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഏറ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അവൾ ഒരുപാട് വർക്ക് ചെയ്തു ഇത് പഠിച്ചെടുക്കാൻ. എന്നിട്ടോ ഒരുപാട് ക്യാരറ്റും അവൾ കഴിക്കുമായിരുന്നു. എന്തിനാണ് ക്യാരറ്റ് കഴിക്കുന്നത്? അത് കാണാം. അമ്മ ഓൾവേസ് സേഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അവളുടെ അമ്മ അവളോട് എപ്പോഴും പറയുമായിരുന്നു ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിന് നന്നായിട്ട് കാഴ്ച കിട്ടുമെന്ന്. അപ്പോൾ പൈലറ്റ് ആകുമ്പോൾ അവൾക്ക് പ്ലെയിൻ ഓടിക്കാൻ കാഴ്ച വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ക്യാരറ്റ് ഒരുപാട് കഴിക്കുമായിരുന്നു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ അവസാനം അവളെ കോക്ക്പിറ്റിലിരുന്ന് അല്ലേ റെഡിയായി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. അന്നത്തെ ദിവസം ആര്യയുടെ സ്പെഷ്യൽ ഡേ ആണ്. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്ക്പിറ്റ്.
അവൾ ആ ദിവസം അവൾ കോക്പിറ്റിലാണ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ്. അവൾ വളരെയധികം ത്രില്ലിലാണ്, ആകാംക്ഷയിലാണ്. ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ഇൻ ദിസ് മോർണിംഗ്. ഈ രാവിലെ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഉണ്ട് ആ പ്ലെയിനിൽ. അവൾ യാത്ര ചെയ്യുന്ന പ്ലെയിനിൽ അവൾക്ക് വേണ്ടപ്പെട്ട 2 പാസഞ്ചേഴ്സ് ഉണ്ട്, സ്പെഷ്യലായിട്ടുള്ള ആളുകളുണ്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് ആരാണെന്ന് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, അത് നോക്കാം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം അബോർഡ്. അപ്പോൾ നമ്മൾ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? അപ്പം യാത്രൻ്റെ മുന്നായിട്ട് യാത്രക്കാരോട് ക്യാപ്റ്റനെ കുറിച്ചിട്ടൊക്കെ പറയും. അങ്ങനെ പറയുകയാണ് ചേച്ചി. അപ്പോൾ അത് കേട്ടപ്പോൾ രാജു ഉണ്ട്. രാജു വാസ് ത്രില്ലഡ്. ചേച്ചി, എൻ്റെ ചേച്ചിയാണോ? രാജു ത്രില്ലോടെ ചോദിച്ചു. യെസ്, മൈ ഡോട്ടർ. അപ്പോൾ രാജുവിൻ്റെ അടുത്ത് ആരാണ്? അമ്മ ഉണ്ടല്ലേ. അപ്പോൾ അമ്മ പറയും യെസ്, അതെ എൻ്റെ മോളാണ്. രാജുസ് മദർ ഹഗ്ഡ് ഹിം. രാജുവിൻ്റെ മദർ ഹഗ് ചെയ്തു അവനെ. അപ്പോൾ എന്താണ്, ഇത്രയാണ് ഇതിൻ്റെ സ്റ്റോറി. അപ്പോൾ പാസഞ്ചേഴ്സ് ആരായിരുന്നു? ആര്യയുടെ അമ്മയും സഹോദരനായിരുന്നു അല്ലേ. ഇത്രയുള്ളൂ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയത്? കഠിനാധ്വാനം ചെയ്യണം അല്ലേ. നമ്മളെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ നല്ലവണ്ണം അധ്വാനിച്ചാലേ നമുക്ക് ആ ആഗ്രഹം നമുക്ക് ജീവിതത്തിൽ നിറവേറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബൈ.